മച്ചാൻ ഒരു ഫയൽ എങ്കിൽ നമ്മുടെ പ്ലഗിൻ ആപ്പിൻ്റെ അകത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കയറി അപ്ഡേറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നത് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ പ്ലഗിൻ ആപ്പിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെയാണെങ്കിൽ നമ്മുടെ പ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. അവിടെ നമുക്ക് പുതിയ പ്ലെയറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് എന്ത് വന്ന് പറയുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ചാലഞ്ച് മോഡ് എടുക്കുമ്പോൾ നമുക്കവിടെ പുതിയ സിറ്റി കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. സെലക്ട് ചെയ്യണം ഗോസ്റ്റ് മോഡിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ നേരെ ഒഫീഷ്യൽ ഗെയിമിൻ്റെ തൊട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ ഗെയിമിൻ്റെ തൊട്ടാണ് നമ്മൾ ഈ സിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ നേരെ പ്ലേ കൊടുക്കേണ്ടതാണ് ഈ പ്രാവശ്യം നമ്മൾ സെറ്റിങ്സ് കയറി സ്ലോട്ടും കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ പ്ലേ കൊടുത്താൽ മതി. പ്ലേ കൊടുത്തതിന് ശേഷം നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഗെയിമിൻ്റെ അകത്ത് നിന്നാണ് ഇനി നമുക്ക് സിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകേണ്ടത്. അപ്പം സിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിച്ചായിട്ട് നോക്കേണ്ടതാണ്. മര്യാദയ്ക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ടൈമറും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ടൈമർ തീർന്നതിന് ശേഷം നമ്മളിവിടെ പീസ് ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് നെറ്റും കാര്യങ്ങളും ഓണാണ് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. നമ്മളിവിടെ നെറ്റും കാര്യങ്ങളും ഓഫാണ്. അപ്പം നമ്മൾ നെറ്റ് ഓണാക്കിയതിന് ശേഷം ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ പീസ് ബട്ടൺ കാര്യങ്ങൾ കൊടുക്കുന്നത്. കാരണം നെറ്റ് കാര്യങ്ങൾ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെറ്റും കാര്യങ്ങളും കണക്ട് ചെയ്ത് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പേസ് ബട്ടനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്കിവിടെ പേസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കിവിടെ ഫയൽ കാര്യങ്ങൾ ലോഡഡ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനാണെങ്കിൽ ബാക്ക് പോയതിന് ശേഷം ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. നെറ്റ് ഓഫ് ചെയ്യുവാണ്. ഇനി നെറ്റിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. കാരണം നെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫയൽ കാര്യങ്ങൾ ലോഡായിട്ടുണ്ട്. ഇനി ഞാൻ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഗെയിം ഫുള്ള് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കാണാം. അത് എടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ താഴെയായിട്ട് പുതിയ സിറ്റി വീവാണെന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഗെയിമിലേക്ക് പുതിയ സിറ്റി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങളുടെ ഗെയിമിലേക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളും നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ചെയ്യേണ്ടതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റി കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മുടെ പുതിയ സിറ്റിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാത്തിനകത്തും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ സിറ്റി വരുന്നത്. അതുപോലെ തന്നെ സിറ്റിയിൽ പുതിയതായിട്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡോൾഫിൻ്റെ ഇതിൻ്റെയൊക്കെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതെല്ലാം നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ് വിശദമായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഓരോ സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാവുന്നതാണ്. ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഗെയിമിൻ്റെ തൊട്ട് ഈ സിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സിറ്റി എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സിറ്റിക്കകത്ത് എന്തെങ്കിലും ഇനിയും മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ചിട്ട് അത് ഇനി ചെയ്യാൻ പറ്റുമോ ഇല്ലേ നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തുള്ള കുറേ കാർസും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള പാർക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിറ്റിക്ക് തന്നെ പ്രത്യേകം പാർക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഓരോ ഡീറ്റെയിൽ അറിഞ്ഞ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വൺ ഡേ വേരത്തും കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കും വന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പുതിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കുറേ എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര പേർക്ക് ഒരു പുതിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സിറ്റി എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സിറ്റിക്കകത്ത് എന്തെങ്കിലും വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുകൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ട്രെയിൻ മാത്രമേ നമുക്ക് 2 ട്രെയിനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ കുറേ നാളായിട്ട് പറയാൻ നമ്മുടെ സ്റ്റേഡിയവും കാര്യങ്ങളും കൊണ്ടുവരും. നമ്മൾ ഈ പുതിയ സിറ്റിയിൽ നമ്മൾ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പേർക്ക് പുതിയ സിറ്റി ഇഷ്ടപ്പെട്ടു, പുതിയ സ്റ്റേഡിയം ഇഷ്ടപ്പെട്ടു, പുതിയ ട്രെയിനിങ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, പുതിയ സിറ്റിക്കകത്ത് ഇത്രയും ഈ ഒരു ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക്
കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബഗ് ഇഷ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഡെവലപ്പറിനോട് സംസാരിച്ചിട്ട് ഉടനെ തന്നെ ക്ലിയർ ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും പറയുന്നതാണ് പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ട് അവരോടും പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ കിട്ടുമെന്നൊക്കെ. അതുപോലെ തന്നെ പുതിയ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബ്രിഡ്ജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ടവർ കാര്യങ്ങളും, അതുപോലെ തന്നെ എത്ര പേർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് പണിഞ്ഞ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ പമ്പ് കാര്യങ്ങളൊക്കെ കണ്ടത് നിങ്ങൾക്ക് പമ്പ് കാര്യങ്ങളൊക്കെ പെട്രോൾ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മൾ പാർക്കിംഗ് സെക്ഷൻ പറഞ്ഞു വരുന്നുണ്ട്, ഇതിൻ്റെ താഴെയാണ്. ഇതാണ് പാർക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. ബ്രിഡ്ജ് ഇറങ്ങി താഴെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് പാർക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ വന്ന് പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറെ കുറേ സിറ്റീസും കാര്യങ്ങൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും കുറേ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇനിയും വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തൊരു മസ്റ്റായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്തിട്ട് അവരോടും അഭിപ്രായം ചോദിക്കേണ്ടതാണ്. എന്നിട്ട് അവർക്കും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യാൻ പറയേണ്ടതാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് പകുതി സിറ്റിക്കകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും പകുതി കൂടെ കിടപ്പുണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സിറ്റിയുടെ അങ്ങറ്റത്ത് പോകുമ്പോൾ നമുക്ക് കുറേ സ്പേസും കാര്യങ്ങളും കാണാം. അവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ കാര്യമാണ്, മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടർ കാര്യമാണ് കുറേ പേർക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൈറ്റ് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടർ കാര്യമാണ് ഏറ്റവും സൈഡിലായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്, ഇതേണ്ടി ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടർ കാര്യമാണ് PM7 എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒഫീഷ്യൽ ഗെയിമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലേ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. പ്ലേ കൊടുത്തതിന് ശേഷം നമ്മൾ ഗെയിമിൻ്റെ സെൻറ്റർ ആകുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഫോണും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. വീടിൻ്റെ പുറത്ത് വന്നിട്ട് എടുക്കുന്നതായിരിക്കും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോഴായിരിക്കും ചില വർക്കാവുന്നത്. അപ്പം എന്ത് ഇഷ്യൂ കാര്യങ്ങളുണ്ട് നമ്മൾ വീടിൻ്റെ അകത്ത് ചെയ്യാനൊക്കെ ചിലപ്പോൾ വർക്കാവത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് വീടിൻ്റെ പുറത്തുനിന്ന് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്ത് പേസ് ബട്ടൺ നമ്മുടെ ഇവിടെ കാണുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നെറ്റും കാര്യങ്ങളും ഓൺ ആവേണ്ട ശ്രദ്ധിക്കേണ്ടതാണ്. നെറ്റ് ഓൺ ആണ് അതിന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പേസ് ബട്ടൺ കൊടുക്കുകയുള്ളൂ. നെറ്റ് അല്ലെങ്കിൽ ഓണാക്കിയതിന് ശേഷം ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പേസ് ബട്ടൺ കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആവുന്നതായിരിക്കും. ഫയൽ ലോഡഡ് ആയതിനു ശേഷം നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗെയിമിലേക്ക് മിസ്റ്റർ ബീസ്റ്റും കാര്യങ്ങളൊക്കെ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും. അപ്പം റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളാണെങ്കിൽ RG Studio ഇടണം. എന്നിട്ട് PM7 നിന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. PM7 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. എന്നാലും നമ്മുടെ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് വരുത്തുള്ളൂ. എന്നാൽ നമ്മുടെ ക്യാരക്ടർ കാര്യങ്ങൾ ചേഞ്ച് ആകത്തുള്ളൂ. ഇപ്പം എനിക്കിവിടെ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഗെയിമിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് പറ്റുന്നുണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്കത് ഉടനെ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എന്തൊരു കിട്ടില്ലെന്നായിട്ടാണ്. അതുപോലെ തന്നെ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റുന്ന കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഞാനിവിടെ കാണിച്ചിരുന്നതാണ്. അവിടെ PD എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. PD2 നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. PD2 ടൈപ്പ് ചെയ്ത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ മിസ്റ്റർ ബീസ് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് യാതൊരു പ്രശ്നവും ഇല്ല. മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം എല്ലാം വർക്കാവുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. റീസൺ എന്താണ്, നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ എന്താണ് റീസണും കൂടെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ആ റീസൺ വെച്ച് നമ്മുടെ ഡെവലപ്പറോട് സംസാരിച്ച് നമുക്കത് റെഡിയാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്കിവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതാണ് കാണുന്നത്. നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളും വന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ ഇല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഇതൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ജമ്പും അതുപോലെ തന്നെ നമുക്ക് മിസ്റ്റർ ബീസിൻ്റെ കുറച്ച് ആനിമേഷൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാവുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പം ഹെൽത്തൊക്കെ ചെയ്തിട്ട് സ്പൈഡർമാനെ കൂടി ജമ്പ് ചെയ്ത് താഴെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ആനിമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കിട്ടിലൻ ആനിമേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ പുതിയ അപ്ഡേറ്റിലേക്ക് വന്നേക്കുന്നത് പുതിയ സിറ്റി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്നുണ്ടോ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും എററും
കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കമൻറ്റ് അനുസരിച്ച് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പുതിയ ഇടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പം ഇനിയും തൊട്ട് ഈ പുതിയ ചാനലായിരിക്കും ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പഴയ ചാനൽ എന്തായാലും ഇനിയും ഞാൻ വേറെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുവാണ്, GTA RP കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് അതും കൂടെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്.